ലൈസൻസ് ഇല്ലാത്ത ഇറച്ചിക്കട പൂട്ടിക്കാനെത്തിയ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നേരെ കടയുടമയുടെ ആക്രമണവും ആത്മഹത്യാ ഭീഷണിയും. മർദ്ദനമേറ്റത് കൊച്ചി കീഴ്മാട് പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക്. സംഭവത്തിൽ ആലുവ കൊടിക്കുത്തിമല സ്വദേശി ഫൈസൽ പോലീസ് പിടിയിൽ. ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ഷിരൂർ സംഭവം ഗൗരവതരമെന്ന് കർണാടക ഹൈക്കോടതി. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. നാളെ രാവിലെ തൽസ്ഥിതി റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ സംസ്ഥാനത്തിന് കോടതി നിർദ്ദേശം. ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടുത്തി കേന്ദ്രം ഇന്ന് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ചു. നാളെ കേസ് അടിയന്തരമായി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഹൈറിച്ച് കേസിൽ പ്രതാപന് ജാമ്യമില്ല. കലൂർ PMLA കോടതി ജാമ്യ ഹർജി തള്ളി ഉത്തരവായി. പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്നും പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്താവുന്ന കാര്യങ്ങൾ പ്രതിഭാഗത്തിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതിയുടെ റിമാൻഡ് കാലാവധി നീട്ടി. തിരൂർ BP അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സമരം. സ്കൂൾ വിട്ടതിനു ശേഷവും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. സ്കൂളിലെ അട്ടശല്യത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത്. ഭക്ഷണത്തിൽ ഉൾപ്പെടെ അട്ട വീഴുന്നതായി വിദ്യാർത്ഥികൾ. പ്രതികരിക്കാൻ തയ്യാറാകാതെ അധ്യാപകർ. ചങ്ങരംകുളം നരണിപ്പുഴയിൽ യുവാവ് പാലത്തിന് മുകളിൽ നിന്നും ചാടി. നരണിപ്പുഴ സ്വദേശി ഷിഹാബാണ് ചാടിയത്. ഷിഹാബിനെ രക്ഷിക്കാനായി സുഹൃത്ത് പുഴയിലേക്ക് ചാടിയെങ്കിലും ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുന്നു. കോന്നി കൂടൽ ഇഞ്ചപ്പാറ രാക്ഷസൻപാറയ്ക്ക് സമീപം പുലിയുടെ സാന്നിധ്യം. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് സംഭവം. കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സ്, പാടം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തി. അതിനിടെ പുലിയുടെ വിദൂര ദൃശ്യം പുറത്തുവന്നു. ജനങ്ങളുടെ ആവശ്യപ്രകാരം പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു.